പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. വിനോദസഞ്ചാരികൾക്കും ബിസിനസ്സുകൾക്കുമായി US വിസ നിയമങ്ങൾ കർശനമാക്കുന്നു. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശികൾക്ക് തിരിച്ചടി. ഇന്ത്യയിൽ നിന്നുള്ള US വിസ അപേക്ഷകർ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. വിസ കാത്തിരിപ്പ് സമയം ഇനിയും നീളാനാണ് സാധ്യത. ഡ്രോപ്പ് ബോക്സ് സൗകര്യം എന്നറിയപ്പെടുന്ന വിസ ഇന്റർവ്യൂ ഒഴിവാക്കാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ US പരിഷ്കരിച്ചു. ഇത് പുതുക്കൽ ഗണ്യമായി ചുരുക്കുന്നു. H1B ടൂറിസ്റ്റ് വിസ എന്നിവ കഴിഞ്ഞ 48 മാസത്തിനുള്ളിൽ കാലഹരണപ്പെട്ടെങ്കിൽ അഭിമുഖം കൂടാതെ വിസ പുതുക്കാൻ യാത്രക്കാരെ അനുവദിക്കുന്ന കോവിഡ് കാലത്തെ ഇളവാണ് US പിൻവലിച്ചത്. പാൻഡമിക്കിന് മുമ്പുള്ളതുപോലെ ആ യോഗ്യതാ കാലയളവ് ഇപ്പോൾ 12 മാസമായി കുറച്ചു. ഈ മാറ്റം ഉടനടി പ്രാബല്യത്തിൽ വരും. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വിസ അപേക്ഷാ കേന്ദ്രങ്ങൾ പുതിയ നയം നടപ്പിലാക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് പുതുക്കിയ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത അപേക്ഷകരെ പിന്തിരിപ്പിക്കുന്നു. ഇന്ത്യയും US തമ്മിലുള്ള യാത്ര കോവിഡിന് ശേഷം ഉയർന്നു. 2023 1.76 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ US യാത്ര ചെയ്തു. 2019 മുമ്പുള്ള 1.47 ദശലക്ഷത്തെ മറികടന്നു. US സന്ദർശകരുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിദേശ ഉറവിട വിപണിയാണ് ഇന്ത്യ. വിസ പുതുക്കൽ ചട്ടത്തിൽ മാറ്റം വന്നതോടെ US പോകുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ഇനി കൂടുതൽ കാലതാമസം നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ വിദേശ നിക്ഷേപം വർദ്ധിച്ചു. നിക്ഷേപ അനുകൂല അന്തരീക്ഷമാണ് സൗദിയിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് പ്രധാന കാരണം. സൗദിയുടെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നു. 600 കമ്പനികളാണ് മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റിയത്. ഇതോടെ വിദേശ നിക്ഷേപം ഇരട്ടിയായി. 1.2 ട്രില്യൺ റിയാലായി വിദേശ നിക്ഷേപം മാറിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2018-19 കാലയളവിൽ സൗദി നൽകിയത് 4000 നിക്ഷേപ ലൈസൻസ് ആയിരുന്നു. ഇതിപ്പോൾ 40,000 വർദ്ധിച്ചു. സ്വകാര്യ മേഖലയിൽ നിന്നാണ് നിക്ഷേപങ്ങളേറെയും. 72% വരും ഇത്. രാജ്യത്തെത്തുന്ന നിക്ഷേപകർക്ക് ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ട അനുകൂല സാഹചര്യങ്ങളാണ് ഇവിടെയുള്ളത്. അതിനാൽ തന്നെ വിദേശ കമ്പനികൾ സൗദിയിലേക്ക് കൂടുതലായി എത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ ശക്തമാക്കി കാനഡ. പഠന വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം ലഭിക്കും. കാനഡ ബോർഡർ ഇമിഗ്രേഷൻ ഓഫീസർമാർക്ക് പഠനവും വർക്ക് പെർമിറ്റുകളും ഉൾപ്പെടെയുള്ള താൽക്കാലിക റെസിഡന്റ് ഡോക്യുമെന്റുകൾ റദ്ദാക്കാൻ വിപുലമായ അധികാരം നൽകി. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ നടപ്പിലാക്കിയ മാറ്റങ്ങൾ 2025 ജനുവരി 31 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനും കാനഡയുടെ ഇമിഗ്രേഷൻ സംവിധാനം സംരക്ഷിക്കുന്നതിനുമുള്ള പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനാണ് നീക്കം. പുതുക്കിയ നിയമങ്ങൾ പ്രകാരം വ്യക്തികൾ അസ്വീകാര്യരാകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ക്രിമിനൽ റെക്കോർഡുള്ളവരോ അവരുടെ സാഹചര്യങ്ങൾ മാറുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥർക്ക് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷനുകളും താൽക്കാലിക റെസിഡന്റ് വിസകളും റദ്ദാക്കാം. കൂടാതെ പെർമിറ്റ് ഉടമ സ്ഥിരതാമസക്കാരനാകുമ്പോഴോ മരണപ്പെടുമ്പോഴോ പ്രത്യേക സാഹചര്യങ്ങൾ പഠന വർക്ക് പെർമിറ്റുകൾ ഇപ്പോൾ റദ്ദാക്കാവുന്നതാണ്. കാനഡയിലെ ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ സമഗ്രത മെച്ചപ്പെടുത്തുന്നതിനും താൽക്കാലിക താമസക്കാർ അവരുടെ വിസ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് ലക്ഷ്യം. മുമ്പ് ഉദ്യോഗസ്ഥർക്ക് അപേക്ഷകൾ നിരസിക്കാൻ കഴിയുമെങ്കിലും നൽകിയ പെർമിറ്റുകൾ റദ്ദാക്കാൻ പരിമിതമായ അധികാരമുണ്ടായിരുന്നു. പുതിയ നിയന്ത്രണങ്ങൾ ഈ വിടവ് നികത്തുന്നു. ഒരു പെർമിറ്റ് ഉടമ ഇനി യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാരിനെ അനുവദിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ എയർ ടാക്സി പദ്ധതിക്കായുള്ള വ്യോമപാത നിർണ്ണയിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 2026 എയർ ടാക്സികൾ പറന്നു തുടങ്ങും. ഏരിയൽ ഇടനാഴികളും നിയന്ത്രണങ്ങളും അടുത്ത 20 മാസത്തിനുള്ളിൽ നിർവചിക്കപ്പെടും. എയർ ടാക്സികളുടെയും കാർഗോ ഡ്രോണുകളുടെയും തടസ്സങ്ങളില്ലാത്ത സഞ്ചാരം ഉറപ്പാക്കുന്നതിന് UAE-യിലെ പ്രധാന രാജ്യാന്തര വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് വ്യോമപാതകൾ. സുരക്ഷിതവും കാര്യക്ഷമവുമായ വ്യോമഗതാഗതം ഉറപ്പാക്കുകയാണ് ആദ്യ ലക്ഷ്യം. 2026 ആദ്യ പാദത്തിൽ സർവീസ് ആരംഭിക്കുന്നതോടെ ലോകത്ത് എയർ ടാക്സി പദ്ധതി നടപ്പാക്കുന്ന ആദ്യ നഗരമായി ദുബായ് മാറും. എയർ ടാക്സികൾക്ക് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡിംഗ് നടത്താനും സർവീസ് സൗകര്യം ഒരുക്കുന്നതിനും വെർട്ടി പോർട്ടുകൾ നിർമ്മിക്കും. ദുബായ് RTA-യും ജോബ് ഏവിയേഷനുമായി സഹകരിച്ച് സ്കൈ പോർട്സ് ആണ് ദുബായിൽ വെർട്ടി പോർട്ടുകൾ നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UK പഠന വിസ അപേക്ഷകരുടെ എണ്ണത്തിൽ വർധന. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് UK മികച്ച പഠന അവസരങ്ങൾ നൽകുന്നതാണ് അപേക്ഷകരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായത്. UK-യിൽ പഠന വിസ അപേക്ഷകരുടെ എണ്ണം ഒരു വർഷത്തിലേറെയായി ആദ്യമായി വർദ്ധിച്ചു. ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സാവധാനത്തിലുള്ള വീണ്ടെടുക്കലിന്റെ സൂചന നൽകുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 2025 ജനുവരിയിൽ സ്പോൺസർ ചെയ്ത പഠന വിസ അപേക്ഷകളിൽ 13% വർധനയുണ്ടായി. മൊത്തം 28,700 അപേക്ഷകൾ സമർപ്പിച്ചു. ഈ കണക്ക് 2023 ജനുവരിയിലെ നിലവാരത്തേക്കാൾ 7% വർദ്ധിച്ചു.
മൊത്തം പഠന വിസ അപേക്ഷകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ആശ്രിതരിൽ നിന്നുള്ള അപേക്ഷകൾ കുറവാണ്. 2025 ജനുവരിയിൽ 2300 അപേക്ഷകൾ മാത്രമേ രേഖപ്പെടുത്തിയുള്ളൂ. 2024 ജനുവരിയിൽ 3400 കുറഞ്ഞു. 2023 ഒക്ടോബറിന് ശേഷം ആദ്യമായാണ് മൊത്തം പ്രതിമാസ അപേക്ഷകളുടെ എണ്ണം വർഷം തോറും ഉയരുന്നത്. മുൻ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ ഭരണത്തിന് കീഴിൽ നടപ്പിലാക്കിയ ആശ്രിതരെ നിയന്ത്രിക്കുന്ന നയം ബിരുദാനന്തര ഗവേഷണ പ്രോഗ്രാമുകളിൽ ചേരുന്ന വിദ്യാർത്ഥികളിൽ ചേരാൻ കുടുംബാംഗങ്ങളെ മാത്രമേ അനുവദിക്കൂ. വിദ്യാർത്ഥികളുടെ വരുമാനത്തിലുണ്ടായ ഇടിവ് കാരണം UK സർവകലാശാലകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ലേബർ ഗവൺമെന്റ് ഈ നിയമം ഉയർത്തിപ്പിടിക്കുന്നത് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിലെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധന. ഇന്ത്യ, UAE എന്നിവിടങ്ങളിൽ നിന്നാണ് സന്ദർശകരിൽ അധികവും എത്തുന്നത്. വിദേശ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി ഒമാൻ മാറുന്നുവെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം 4 മില്യൺ സഞ്ചാരികളാണ് ഇവിടെ എത്തിയത്. കേന്ദ്ര സ്ഥിതിവിവര കേന്ദ്രത്തിന്റേതാണ് റിപ്പോർട്ട്. UAEയിൽ നിന്നെത്തുന്നവരാണ് സന്ദർശകരിൽ ഒന്നാമത്. തൊട്ടുപിന്നിൽ ഇന്ത്യയാണ്. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രമോഷണൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായാണ് സഞ്ചാരികളുടെ എണ്ണം കൂടിയത്. ഒമാനി ചരിത്രം, സംസ്കാരം, എക്സിബിഷൻ ടൂറിസം തുടങ്ങിയ ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്യാമ്പയിൻ സഹായകമായി. ഒമാനിലേക്ക് ഈ വർഷവും സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.